ഹായ് ഗൈസ്, ഞാൻ ജാസ്. അപ്പോൾ വെളുപ്പിന് തന്നെ നേരെ പള്ളിയിലോട്ട് പോവാണ്. പിന്നെ ഞാൻ എറണാകുളത്ത് പഠിക്കാൻ ചേർന്നുകൊണ്ട് 6 മണിക്ക് പോകണം. അങ്ങനെ പള്ളിയിൽ പോയി തിരിച്ചു വന്നപ്പോൾ എൻ്റെ ചെരുപ്പ് കാണാതെ. അങ്ങനെ അതും തപ്പി കുറച്ച് സമയം പോയി. അങ്ങനെ 6:10 നേരെ ബൈക്ക് കൊടുത്ത് ഞാൻ പോയി റെയിൽവേ സ്റ്റേഷനിലോട്ട്. അങ്ങനെ അവിടെ ചെന്ന് നിന്നപ്പോഴാണ് ആ കാര്യം മനസ്സിലായത്. ഞാൻ വൈകില്ല, ട്രെയിനാണ് വൈകിയത്. അങ്ങനെ ട്രെയിനും വന്നു, എനിക്ക് സീറ്റും കിട്ടി. അങ്ങനെ സ്റ്റേഷനിൽ ഇറങ്ങി ഇനി എനിക്ക് അടുത്ത തോപ്പുംപടി ബസ് കണ്ടുപിടിക്കണം. അങ്ങനെ ബസ്സിലൊക്കെ കയറി. പുറത്താണെങ്കിൽ ഭയങ്കര മഴ, അതിൻ്റെ കൂടെ ആണെങ്കിൽ ഭയങ്കര ബ്ലോക്കിന് കാരണക്കാരൻ ഈ ബസ്സായിരുന്നു. എൻ്റെ സമയത്തിൻ്റെ ആണെന്ന് അറിയത്തില്ല. ഫസ്റ്റ് ദിവസം തന്നെ വണ്ടി നിന്നുപോയി. അങ്ങനെ പിന്നെ എന്നെ നടത്താൻ തുടങ്ങി. അവിടെ നിന്നാണെങ്കിൽ ഒരുപാട് നടക്കണമായിരുന്നു. പോകുന്ന വഴിയാണെങ്കിൽ ദൈവദൂതനെ പോലെ ഒരു ചേട്ടൻ വന്നു. കുറച്ച് മുമ്പോട്ട് പോയപ്പോൾ ദൈവദൂതൻ എന്നെ ഇറക്കി വേറെ വഴിക്ക് പോയി. അങ്ങനെ കുറച്ചും കൂടെ മുമ്പോട്ട് കിടന്നപ്പോൾ A to Z എന്ന ബോർഡ് കണ്ട്. അപ്പോഴാണ് കുറച്ച് സമാധാനമായത്. അങ്ങനെ ക്ലാസ്സിലെല്ലാം കയറിയിരുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് പരിചയപ്പെടാൻ തുടങ്ങി. ഇവന്മാരൊക്കെ എൻ്റെ കൂടെ പഠിക്കാനാണ്. ഇവന്മാർ പോകുന്ന വഴിയാണ് ഞാനും പോകേണ്ടത്. അങ്ങനെ അവന്മാരായിട്ട് നല്ല കൂട്ടായി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ബസ് സ്റ്റാൻഡിൽ പോയി നിന്ന് അങ്ങനെ ബസ്സിലെല്ലാം കയറി. അങ്ങനെ എൻ്റെ സ്റ്റോപ്പിൽ ഞാൻ ഇറങ്ങി. പോകുന്ന വഴിയാണെങ്കിൽ 2 ചേച്ചിമാരെ കിട്ടി. അവർക്കും വഴി അറിയത്തില്ല, എനിക്കും വഴി അറിയത്തില്ല. അങ്ങനെ അവരെല്ലാം വേറെ വഴിക്ക് പോയി. ഞാൻ പിന്നെ ആലപ്പുഴയിലോട്ട് പോകണ ട്രെയിനിൽ കയറി കഴിച്ചു. അങ്ങനെ അപ്പോഴാണ് ആ സത്യം ഞാൻ തിരിച്ചറിഞ്ഞത്. മാരാരിക്കുളത്ത് സ്റ്റോപ്പില്ലായിരുന്നു. അങ്ങനെ മാരാരിക്കുളം ആവാൻ വേണ്ടി ഞാൻ കാത്തിരുന്നു. ട്രെയിനൊന്ന് ചെറുതായിട്ട് സ്ലോ ആക്കിയപ്പോൾ ഞാൻ അടുത്ത് ചാടി. കൈയൊടിഞ്ഞെന്നാ തോന്നണം. അവിടെ മെറ്റലായതുകൊണ്ടാണ് പണി കിട്ടിയത്. അങ്ങനെ അതും പറഞ്ഞ് അവിടെ നിന്നിട്ട് ഒരു കാര്യമില്ലെന്ന് മനസ്സിലായി. നേരെ ബൈക്ക് കൊടുത്ത് വീട്ടിലോട്ട്. അങ്ങനെ ഒരു വൈകിട്ടായപ്പോൾ സുഹേലിനെ വിളിച്ച് നേരെ ഉടുപ്പെടുക്കാൻ പോയി. ആദ്യം മെന്റിലോട്ട് പോയി. പിന്നെ എനിക്കൊന്നും അവിടെ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ പിന്നെ നേരെ നമ്മുടെ കടയിലോട്ട് പോയി. അങ്ങനെ ഔട്ട്ഫിറ്റിൽ കയറി ഒരു ജോഡി ഉടുപ്പും പാൻറ്റും എടുത്തു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട്.